ഇതൊക്കെ ഉള്ള ഒരാളെയാണ് ആരായിട്ട് തിരഞ്ഞെടുക്കുക? ഒരു ടീച്ചറായിട്ട് തിരഞ്ഞെടുക്കുക. യെസ് ഓർ നോ? ഓക്കെ, എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത്? സബ്ജക്ട് ജനറൽ നോളജ് ഇത് വേണം, എക്സ്പീരിയൻസ് വേണം, വെർബൽ ആൻഡ് നോൺ വെർബൽ കപ്പാസിറ്റി വേണം. എങ്കിലേ ടീച്ചർക്ക് ടീച്ചർ ആവാൻ പറ്റുള്ളൂ. യെസ് ഓർ നോ? അപ്പൊ ഇതിൻ്റെ അകത്ത് സോഫ്റ്റ് സ്കിൽസ് ആണ് കൂടുതലും വരുന്നത്. പിന്നെ എന്താണ്? നോളജും വരുന്നുണ്ട് അല്ലേ? ഇനി ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത് എന്ത് വേണം? ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏതെന്ന് പറയുന്നത് വാല്യൂസ്. വാല്യൂസ് ഇല്ലാത്ത ഒരാളെ ടീച്ചറായിട്ട് തിരഞ്ഞെടുക്കാനേ പാടില്ല. ഇന്റർവ്യൂസിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുമ്പം ആ വ്യക്തിയുടെ വാല്യൂസ് എത്രമാത്രം ഉണ്ടെന്ന് നോക്കുക. അതുകൊണ്ടാണ് നോർമലി ടീച്ചേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത്? അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യും. വൈ? ബിക്കോസ് എ ടീച്ചർ ഹു ടീച്ചേഴ്സ് ദ ചിൽഡ്രൻ, യങ് ചിൽഡ്രൻ. ഇനി തീർത്തും കുഞ്ഞുങ്ങളെ ടീച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അതായത് 3 വയസ്സ് മുതലുള്ള കുട്ടികളെ ടീച്ച് ചെയ്യുന്ന അവരായിരിക്കണം ഏറ്റവും കൂടുതൽ വാല്യൂസ് നോക്കേണ്ട ആൾക്കാർ. കുറച്ചും കൂടെ പ്രായമാകുമ്പോൾ എന്താണ്, ഒരുപക്ഷെ കുട്ടികൾ അത്രമാത്രം അഡോപ്റ്റ് ചെയ്യില്ല. പക്ഷെ അത് തീർത്തും കുഞ്ഞുങ്ങൾ സ്പോഞ്ച് പോലെ എന്നാണ് പറയുന്നത്. സ്പോഞ്ച് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ആ വെള്ളം മുഴുവൻ വലിച്ചെടുക്കുന്ന പോലെ നമ്മൾ എന്ത് പറയുന്നോ, എന്ത് പ്രവർത്തിക്കുന്നോ, എന്ത് കാണിക്കുന്നോ അത് മുഴുവൻ ആര് വലിച്ചെടുക്കും? ഈ കുഞ്ഞുങ്ങൾ വലിച്ചെടുക്കും. അതുകൊണ്ട് ആ 3 വയസ്സ് മുതൽ ഒരു 7-8 വയസ്സ് വരെയുള്ള ഒരു സമയത്ത് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എന്ന് പറയുന്നത് they are very, very, they supposed to be very, very value based